തിരുവനന്തപുരം വർക്കലയിൽ വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണം കവർന്നെന്ന പരാതി വ്യാജമെന്ന് കണ്ടെത്തൽ. മുഖംമൂടി ധരിച്ചെത്തിയ രണ്ടുപേർ 5 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും മോഷ്ടിച്ചെന്നായിരുന്നു പരാതി. ഈറോഡ് സ്വദേശിനി സുമതിയും മകൻ ശ്രീനിവാസും ചേർന്നാണ് കള്ളക്കഥ ചമച്ചത്. സംഭവത്തിൽ മകൻ ശ്രീനിവാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുന്നുണ്ട്. അനു, എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളക്കഥ ഇവർ ചമച്ചത്? ഈ നാട്ടിലെ കുറുവാ സംഘമൊക്കെ പലയിടങ്ങളിലും ഈ കവർച്ച നടത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നവരുടെ വർക്കലയിലും സമാനമായ രീതിയിൽ ഒരു വയോധികയെ ആക്രമിച്ച് ഈ തരത്തിൽ 4 പവൻ 5 പവൻ സ്വർണ്ണവും 1 ലക്ഷം രൂപയും കവർന്നത് പരാതി വരുന്നത്. പക്ഷേ ഈ പരാതി വന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ ഇവരെ മൊഴി എടുത്തപ്പോൾ തന്നെ ചില അസ്വാഭാവികതകൾ ഈ മൊഴികളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പോലീസ് നായ മണം പിടിച്ച് വീട്ടിനകത്ത് തന്നെ ഈ ഫ്ളാറ്റിൽ തന്നെ കറങ്ങി നടന്നു. അങ്ങനെ മറ്റ് വിരലടയാളങ്ങളൊന്നും ലഭിച്ചില്ല. ഈ ഒരു സംശയമാണ് ഈ ശ്രീനിവാസനെയും സുമതിയെയും വീണ്ടും പോലീസ് ചോദ്യം ചെയ്തത്. ഇതിൽ ശ്രീനിവാസന്റെ ഭാര്യയുടെ വിവാഹം അടുത്ത ഇടയ്ക്ക് നടക്കാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരുക്കി വെച്ച തുകയും പണവുമാണ്, അതായത് തുകയും സ്വർണവുമാണ്. 5 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും ആ വിവാഹത്തിൽ നൽകാൻ വേണ്ടി ശ്രീനിവാസന്റെ ഭാര്യ ഗായത്രി നേരത്തെ തന്നെ കരുതി വെച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നത് ശ്രീനിവാസനോ അമ്മയ്ക്കോ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരുന്നു വീട് ആക്രമിച്ച് ഈ തരത്തിൽ സ്വർണവും പണവും കവർന്നു എന്നുള്ളത്. ഏതായാലും ശ്രീനിവാസനെ ഇപ്പോൾ വർക്കല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഫോറൻസിക് പരിശോധന, അതുകൂടാതെ തന്നെ മറ്റ് പരിശോധനകൾക്കെല്ലാം ഒടുവിലാണ് ഈ കള്ളക്കഥ പൊളിച്ചിട്ടുള്ളത്. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.